വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ഡേസിയോട് സുസ്മിത അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. നിന്നെക്കൊണ്ട് ഞാൻ അവൻ്റെ ശവം എടുപ്പിക്കും, കൂടെ കളക്ടർ അമ്മയുടെയും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫോൺ വെച്ചതിന് ശേഷം സുസ്മിത ഇങ്ങനെ തനിയെ പറയുന്നതാണ്. അതിനുശേഷം സുസ്മിതയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഹലോ ആരാണ് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ നിൻ്റെ ഒരു വെൽവിഷറെന്നോ ഫ്രീഡേ കാംഷിന്നോ പിന്നെ ഇൻഫർമേഷൻ തരാൻ വിളിച്ച ആളെന്നോ എന്ത് വേണമെങ്കിലും നിനക്ക് വിചാരിക്കാം. പിന്നെ ഞാനൊരു നല്ല കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ നിനക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശാലിനിക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ നിനക്കെന്നെ മനസ്സിലായി അല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ട്രൂ കോളറിൽ ഉടായ്പ തെളിഞ്ഞു വരുന്ന നിന്നെ മനസ്സിലാക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വെറുതെ ആണല്ലേ ആരാണെന്ന് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ വിളിച്ച കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു സൈക്കോ കില്ലറെ കൂടെ കൊണ്ട് നടന്നിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു പീഡനവീരനെ കൊണ്ട് നടന്നതല്ലേ, എന്നിട്ട് കൊച്ചമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അപ്പോൾ കളക്ടറമ്മോ കൊച്ചമ്മോ ഒന്നും അറിഞ്ഞുമില്ല, മനസ്സിലായിട്ടുമില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നീ എന്താണെന്ന് ഒരുത്തനെ കൊന്നിട്ട് ഇപ്പോൾ ഒരുത്തനെ കൂടെ കൊണ്ട് നടക്കുന്നില്ലേ, അവൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ മൈൻഡ് യുവർ വേർഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്നോട് ചാടി കളിക്കാതെ ആ ന്യൂസ് ഒന്ന് വെച്ച് നോക്ക് എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ഫോൺ കട്ട് ചെയ്യുന്നില്ല. അവിടെ ആ കളക്ടറുടെ ക്യാബിൻ തന്നെയാണ്. ശാലിനിയാണെങ്കിൽ ന്യൂസ് വെക്കുന്നുണ്ട്. അന്നേരം ആ ഒരു ഡേസിയുടെ ആ ഒരു വാർത്ത തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മുറിക്കുള്ളിൽ അടച്ചിട്ടാണ് പീഡനം നടന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്ത ഡേസി അങ്ങനെ പറയുന്നതും, പിന്നീട് ശിവനെ അറസ്റ്റ് ചെയ്ത് പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്, ശിവൻ പോലീസിനെയും പിന്നെ മാധ്യമപ്രവർത്തനെ ആക്രമിക്കുന്ന ആ ഒരു സീനും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ശാലിനി സംഭവം അറിഞ്ഞില്ല അറസ്റ്റ് ചെയ്തതെന്നോ. ആ വീഡിയോ നേരത്തെ കണ്ടതേ ഉള്ളായിരുന്നു. അന്നേരം ഹലോ ഹലോ എന്ന് സുസ്മിത വീണ്ടും വയ്ക്കുന്നുണ്ട്. അന്നേരം ഇത്രയും നാളും നീ കൊണ്ട് നടന്ന അപ്പം നിനക്ക് ഇനിയും രക്ഷപ്പെടാനുള്ള സമയമുണ്ട്, അവർ പറഞ്ഞത് കേട്ടില്ല, അവനൊരു സൈക്കോ കില്ലറാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആണെങ്കിൽ ഒരിക്കൽ ഡേസി ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തി പറയുന്നത് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ശിവനൊന്നുമല്ല അവൻ, അവൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കാനായിട്ട് അവൻ ഏതറ്റം വരെയും പോകും, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. വീടിന് മുന്നിൽ ബിവെയർ ഓഫ് ഡോഗ് എന്ന് എഴുതി വെക്കുന്നത് പോലെ ബിവെയർ ഓഫ് ശിവൻ എന്ന് എഴുതി വെക്കണം എന്നൊക്കെ ഇങ്ങനെ ഡേസി എന്ന വഴി തടഞ്ഞു നിർത്തി പറഞ്ഞത് ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ആ നേരത്തെ തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകരും കുറേ ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ സമരമൊക്കെ വിളിക്കുന്നുണ്ട്. പീഡനവീരനെ പുറത്ത് വിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പോലീസ് നീതി പാലിക്കുക എന്നൊക്കെ കുറേ മുദ്രാവാക്യങ്ങളെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ CI റസാഖ് ആണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ വരുന്നുണ്ട്. അന്നേരം മയക്കം കൊണ്ട് ഇവർ റസാഖിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സാർ ഒരു ചോദ്യം, സാറും ഈ പീഡനവീരനും ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചു എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിക്കുക. അന്നേരം അതേ സത്യമാണ്, അത് ഇതുമായിട്ട് എന്താ ബന്ധം എന്നിങ്ങനെ റസാഖ് ചോദിക്കുന്നുണ്ട്. അന്നേരം സൗഹൃദത്തിൻ്റെ പേരിൽ അയാളെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം സൗഹൃദം വേറെ, കുറ്റം ചെയ്ത ഇത് വേറെ, അന്നും ഇന്നും അവൻ എനിക്ക് ശത്രു തന്നെയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നിങ്ങനെ റസാഖ് പറയുമ്പോൾ അല്ല ഒരാൾ ആ ചെരുപ്പം കൊണ്ടില്ല നിന്നില്ലേ, അയാൾ പറയുന്നുണ്ട് അപ്പോൾ പീഡനവീരൻ്റെ കാര്യം അതോ ഗതി എന്ന് പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും ഒരു ചോദ്യമൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോൾ റസാഖ് ആണെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറുന്നുണ്ട്. റസാഖാണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സോമശേഖരൻ ആരോടും ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, അതിന് തക്കത്തുള്ള തന്നെയാണ് ഞാനാണ് കേസ് എഴുതി ചേർത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസാഖ് ചെല്ലുന്നത്. റസാഖിനെ കണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് റസാഖ് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. ശിവനെ സെല്ലിൽ കിടക്കുന്ന റസാഖ് കാണുന്നുണ്ട്. അന്നേരം എന്താടോ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കലാണ്, അത് താലി വരെ കെട്ടിയിട്ടുണ്ട്, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്, കൊല്ലാനായിട്ടുള്ള ശ്രമം തന്നെയാണ്, ആ പെൺകുട്ടി പിന്നെ വാതിലടച്ചത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്, ആ ഒരു വീഡിയോ ഞാൻ സാറിൻ്റെ ഫോണിലേക്ക് അയച്ചിരുന്നല്ലോ, കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ ശിവനിങ്ങനെ അവിടെ നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് റസാഖ് തൻ്റെ ഫോൺ എടുത്ത് ആ ഒരു വീഡിയോ ഓണാക്കി അത് കാണുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ശരിയാക്കുന്നുണ്ട്. കണ്ടതിന് ശേഷം റസാഖ് ആണെങ്കിൽ ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ശിവനിങ്ങനെ തല ഉഞ്ചി നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം തൻ്റെ തല താഴ്ത്തി നിൽക്കുന്ന നിൻ്റെ തിരുമുഖം ഞാനൊന്ന് കാണട്ടെ, ഒന്ന് നിവർന്ന് നോക്കടാ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുകയാണ്. അന്നേരവും പിന്നെ ശിവൻ അങ്ങോട്ട് നിവർന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ എന്ത് കരുതി ഞാൻ നിങ്ങളുടെ പിന്നെ മനസ്താപമൊക്കെ വന്ന് ആകെ വിഷമിച്ച് പിന്നെ ഹരിനാമ കീർത്തനം നൽകി പാടിയിരിക്കുകയാണെന്നോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ
തലകുനിക്കേണ്ട ആവശ്യമുള്ളൂ, ഞാനിവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഈ കാണുന്നതൊക്കെ എന്തുവാണ്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അതേ പുറത്തേക്ക് നിന്നെ ഇട്ട് കൊടുത്താൽ നിൻ്റെ ചോര കുടിക്കാൻ നിൽക്കുന്നവർ തന്നെയാണ്, അപ്പോൾ അവരിലേക്ക് നിന്നെ ഇട്ട് കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് കുറേ അങ്ങ് കളിയാക്കി ഈ റസാക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശിവനാണ് ഇങ്ങനെ സഹിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിന്നെ രക്ഷിക്കാനായിട്ട് ആരും വരാനായിട്ട് പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇതെല്ലാം വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയ എല്ലാം വൈറലായി കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്. എന്നാൽ ഞാൻ അതൊന്നും സത്യമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്ത് തെളിവാണ് വേണ്ടത്, ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ വീഡിയോ വൈറലായി കഴിഞ്ഞിരുന്നു സോമശേഖരനും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ പുറത്തെ സംസാരം കേട്ടില്ലേ, താലി കെട്ടിയ പെണ്ണിനെ പുതിയൊരു പിന്നെ കാമുകിയെ കളക്ടറെ കിട്ടിയപ്പോൾ താലി കെട്ടിയ പെണ്ണിനെ വേണ്ടെന്ന് വെച്ചു, അതിനെ കൊല്ലാനുള്ള ശ്രമമാണ്, ഏറ്റവും വലിയ പീഡന വീരൻ എന്നൊക്കെയാണ് നിനക്ക് ചാർത്തി തന്നിരിക്കുന്ന പട്ടം. ഇനി നിന്നെ ആര് രക്ഷിക്കാൻ വരും? നീ കളക്ടർ മാഡം വരുമെന്നാണോ? അവർക്ക് കൂടി ഒരു അപമാനമായല്ലോ, കൂടെ ജോലി തന്നതിനും കൂടെ കൊണ്ട് നടന്നതിനും ഒക്കെ ആകെ അപമാനം, അവർക്ക് പോലും മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോലും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആകെ അപമാനിച്ച് റസാക്ക് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ആർക്കും ഒരു അപമാനവും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിന്നെ രക്ഷിക്കാനായിട്ട് ആര് വരും? ഇനി നീ ഉദ്ദേശിക്കുന്ന കളക്ടർ മാഡം വരുമെന്നാണോ? എങ്കിൽ പിന്നെ ഇപ്പോൾ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് റസാക്ക് ആ ഒരു ടൈമിൽ തന്നെ റസാക്ക് സെല്ലിന് വെളിയിലും ശിവൻ സെല്ലിനകത്തുമാണ്, അവിടെ തുറന്നിട്ടൊന്നുമില്ല എന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഫോൺ വിളിക്കുമ്പോൾ ശാലിനി അവിടെ വീണ്ടും ആ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ട് ശാലിനി അങ്ങനെ ദേഷ്യത്തിരിക്കുകയാണ്. എന്നിട്ട് റസാക്ക് പറയുന്നുണ്ട്, കളക്ടർ മാഡം ലൈനിലുണ്ട്, ഞാൻ സ്പീക്കറിലിടാമെന്ന് പറഞ്ഞ് സ്പീക്കറിലാണ് സംസാരിക്കുന്നത്. അന്നേരം ഫോൺ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, മാഡം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണുമല്ലോ, ഞാനിപ്പോൾ സ്റ്റേഷനിലാണ്, ശിവന് മാഡത്തിനോട് എന്തോ പറയാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്, അയാൾ ചെയ്തൊന്നും സഹിക്കാനായിട്ട് കഴിയുന്ന ഒരു സ്ത്രീ, ഇപ്പോൾ അമ്മയോ പെങ്ങളോ ഭാര്യ ആരും ആയിക്കൊള്ളട്ടെ, ഇത്രയ്ക്കും ഒരു അനീതി ഒരു സ്ത്രീയോട് കാണിക്കുന്നവർ പിന്നെ അത്ര ക്രൂരന്മാരായിരിക്കും. എൻ്റെ മുമ്പിലാണ് അയാളെ കൊണ്ടുവന്ന് നിർത്തുന്നതെങ്കിൽ തൂക്കുകയറായിരിക്കും ഞാൻ വിധിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ ഇനി വിളിക്കരുത്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരാരും, ഇത്രത്തോളം തെറ്റ് ചെയ്യുന്നവർ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരാരും ഭൂമി ജീവിച്ചിരിക്കാൻ പോലുള്ള അവകാശം പോലും ഇല്ല. അയാളുടെ കാര്യം പറഞ്ഞ് എന്നെ ഫോൺ വിളിക്കുക, റസാക്ക് എന്നെ വിളിക്കുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുക. അന്നേരം മാഡം എന്നൊക്കെ ഇങ്ങനെ റസാക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം അത് ശിവനെ കളിയാക്കുകയാണ്, അയ്യോ കട്ടായി പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നിന്നെ ഇനി രക്ഷിക്കാനായിട്ട് ആര് വരും, ഇനി എൻ്റെ ശിഷ്ടകാലം അങ്ങ് സെൻട്രൽ ജയിലിലേക്ക് പോവാം, അവിടെ ചെന്ന് ഗോതമ്പുണ്ടിൽ നിന്ന് കഴിയാം എന്നിങ്ങനെ പറയുമ്പോൾ ശിവനങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, റസാക്കെ എന്ന് വിളിച്ച് തന്നെയാണ് ശിവൻ സംസാരിക്കുന്നത്, നീ വല്ലപ്പോഴും എങ്കിലും ജയിലിൽ പോയെന്ന് അന്വേഷിക്കണം, അവിടെ ഗോതമ്പുണ്ടെന്നില്ല, സുഭിക്ഷ ഭക്ഷണം തന്നെയാണ്, ഇഷ്ടഭക്ഷണം, പിന്നെ വിശ്രമം, ഉറക്കം, ജോലിയുമുണ്ട്, അതിന് ഇവിടത്തേക്കാളുള്ള കൂലി അധികം അവിടെ പുറത്ത് നിൽക്കുന്നേക്കാളും കൂലി അകത്ത് കിട്ടുകയും ചെയ്യും, സുഭിക്ഷ ശമ്പളവും ശാപ്പാടും ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് പുറത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അകത്ത് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ മുങ്ങി താന്ന് നിൽക്കുമ്പോഴും അവൻ്റെ ഒരു ഇത് കണ്ടില്ല, അല്പം പോലും മനസ്താപം ഇല്ലല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് റസാക്ക് കളിയാക്കുകയാണ്. അപ്പം നിന്നെ ഇനി ആര് രക്ഷിക്കാൻ വരുമെന്നും പറഞ്ഞാൽ നീ നിൽക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ ആ ചുവരിൽ ഇങ്ങനെ ഗാന്ധിജിയുടെ ഫോട്ടോ തൂക്കിയിട്ടുന്നുണ്ട്. ശിവൻ അതിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് പറയും, റസാക്കെ നീ അങ്ങോട്ടത്തേക്ക് നോക്ക്, ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു ചിരിയിലുണ്ട് നീ ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി. തെറ്റ് ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടത്തേക്ക് തെറ്റ് ചെയ്യാതെയാണ് ആരും കയറി വരുന്നതെങ്കിലും അവരൊരു ശിക്ഷയും കിട്ടാതെ തന്നെ തിരിച്ചു പോവുക തന്നെ ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇത്ര ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്, നീ അത് പോയി വായിച്ചു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ പുച്ഛഭാവത്തിൽ തന്നെ റസാക്ക് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ കളക്ട്രേറ്റിലേക്ക് റാണിയും ചന്ദ്രയും കൂടി ഇങ്ങനെ ഓട്ടോയിൽ എത്തുന്നുണ്ട്. അന്നേരം അനുപല്ലവി മുമ്പിൽ കാണുന്നുണ്ട്. അന്നേരം നമുക്ക് കളക്ടർ മാഡത്തെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനിയുടെ ക്യാബിനിലേക്ക് അനുപല്ലവി വരുന്നുണ്ട്. അന്നേരം ശാലിനി ന്യൂസും കൊണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം ശിവന്റെ പെങ്ങളും കൂട്ടുകാരിയും കൂടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും കാണണ്ട, ഇതിപ്പോൾ കണ്ടില്ലേ, പിന്നെ എന്തോ അടിപിടി കേസെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ റസാക്ക് പറഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരാരും ജീവിച്ചിരിക്കാൻ പോലുള്ള അവകാശം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനാണോ മേഡം അവർ വന്നിരിക്കുന്നതെങ്കിലോ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശരി എങ്കിൽ വരാൻ പറയും എന്നിങ്ങനെ ശാലിനി ആകെ സൈഡ് പറയുമ്പോൾ അനുപല്ലവി അവരെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്.
അതേസമയം റാണിയും ചന്ദ്രയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അത് കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുന്നേ ആണ്. അന്നേരം എൻ്റെ ഏട്ടൻ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം മേഡത്തെ കാണാമെന്ന് പറയുകയാണ് റാണി പറയുന്നുണ്ട്. അന്നേരമാണ് അനുപല്ലവിയെ ചെല്ലാൻ പറയുന്നതും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതും ഒക്കെ. അന്നേരം മേഡം എൻ്റെ ഏട്ടൻ നിരപരാധിയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ, ഒരു പെൺകുട്ടി ഇത്രയ്ക്കും ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് നെറ്റിയും ചോരയൊക്കെ പൊട്ടി ഒലിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ അവൾ വെറുതെ ക്രിയേറ്റ് ചെയ്തതാണ്, അവൾ വെറുതെ ഉണ്ടാക്കി ശിവേട്ടനെ ഇതിലേക്ക് വലിച്ചിഴച്ചതാണ്, ഈ ഒരു കേസിലേക്ക് സ്വയം അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ട്. മേഡം അതൊന്നും അല്ല സത്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണെന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര റാണിയോട് പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. തുടർന്ന് റാണിയാണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഒരു വീഡിയോ ശാലിനി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശിവനുമായിട്ട് പിന്നെ അവിടെ മലക്കറിയൊക്കെ എടുത്തെറിഞ്ഞ ശേഷമാണെങ്കിൽ ഡെയ്സി ആണെങ്കിൽ റൂമിൽ കയറി കഥ അടയ്ക്കുമല്ലോ. അപ്പോൾ ആ ഒരു റൂമിൻ്റെ വെളിയിൽ പിന്നെ റാണി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ റാണി ഇങ്ങനെ ജനലിൽ കൂടി നോക്കുമ്പോഴാണ് ഡെയ്സി അകത്ത് കയറി കഥ അടയ്ക്കുന്നത്. അപ്പോൾ റാണിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്ന പോലെ റാണി എല്ലാം ഷൂട്ട് ചെയ്യുമല്ലോ, ഫോൺ എടുത്ത് വീഡിയോ ഓൺ ആക്കുന്നുണ്ട്. ഈ സമയത്താണ് ഡെയ്സി കഥ അടച്ചിട്ട് തനിയെ തല ഇങ്ങനെ കഥയിലേക്ക് ഇടിച്ചിങ്ങനെ രക്തം ഒലിപ്പിക്കുന്നതും പിന്നീട് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ അത് റാണി തൻ്റെ ഫോണിൽ പകർത്തുന്നുണ്ട്. ആ ഒരു വീഡിയോ ആണ് ശാലിനി കാണുന്നതും ഒക്കെ. അന്നേരം ഇവള് മനഃപൂർവ്വം ശിവേട്ടനെ കുരുക്കാനാണ്, എൻ്റെ ഏട്ടൻ നിരപരാധിയാണ്, മേഡം എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഞാൻ മേഡത്തിൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ശാലിനിയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. കസേരയിൽ ശാലിനി ഇരിക്കും. അന്നേരം എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് ശാലിനി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അന്നേരം ഇത് വലിയൊരു കേസാണെന്നൊക്കെ ഇങ്ങനെ ശാലിനി പറഞ്ഞിട്ട് ആ ന്യൂസ് വീണ്ടും കാണിക്കുന്നുണ്ട്. അതിൽ കുറേ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഇത്രയും നരാധമന്മാരായ ഇവനെ കൊല്ലാനൊന്നും ആളില്ല, ഇവനിന്ന് ജീവിച്ചിരിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നതും പോലീസ് സ്റ്റേഷന് പുറത്ത് ആളുകൾ ബഹളം ഉണ്ടാക്കുന്നതും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അവൻ ഇങ്ങോട്ട് ഇറക്കി വിടുമെന്നും പറഞ്ഞ് ആളുകൾ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ന്യൂസിൽ പറയുന്നുണ്ട് സംഘർഷാവസ്ഥയാണ്, അപ്പോൾ എങ്ങനെ ആളുകളെ മാറ്റിക്കൊണ്ട് എങ്ങനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് പോലീസിനൊരു വെല്ലുവിളി തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ന്യൂസിൽ പറയുന്നതാണ്. അന്നേരം ടി വി അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട് എൻ്റെ ശാലിനിയാണെങ്കിൽ. എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് തന്നെയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെ ഈ തെളിവുകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാലിനിയാണെങ്കിൽ അനുപല്ലവിയോടൊപ്പം ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിലേക്ക് പോകുമായിരിക്കും. ആ സീൻ കാണിക്കുന്നില്ല. അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ പിള്ളയാണെങ്കിൽ ഈ ഒരു ന്യൂസ് ഇങ്ങനെ ഫോണിൽ കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ പുറകെ കൂടി വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ പോലീസ് പിടിച്ചെന്നോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് പിടിച്ച് വാങ്ങുന്നുണ്ട്. അന്നേരം എൻ്റെ മോൻ വിഷ്ണുവിനെ പോലീസ് പിടിച്ചു, എനിക്കിപ്പോൾ അവനെ കാണണം, താനിത് കണ്ട് രസിക്കുകയാണല്ലോ, ഇപ്പോൾ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കും, ഇത് താൻ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോൺ എറിയാൻ പോവുകയാണ്. ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ്. അന്നേരം സാറേ അയ്യോ അങ്ങനെ ചെയ്യല്ലേ, വാങ്ങിച്ചിട്ട് അധികകാലം ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല താനിത് കണ്ട് രസിക്കുകയാണല്ലേ എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം സത്യഭാമ അങ്ങോട്ടത്തേക്ക് രാഘവേട്ടാന്നും പറഞ്ഞ് വരുന്നുണ്ട്. അന്നേരം നമ്മുടെ മോനെ വിഷ്ണുവിനെ പോലീസ് പിടിച്ചു, അത് ഇയാൾ കണ്ട് രസിക്കുകയാണെന്ന് പറയുമ്പോൾ ഇത് ഈ ഫോണിന് വേണ്ട, എറിഞ്ഞ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നല്ല ഭ്രാന്തന്മാരെ പോലെ അങ്ങോട്ട് തുള്ളുകയാണ്. അന്നേരം ഞാൻ നോക്കട്ടെ രാഘവേട്ടാന്നും പറഞ്ഞ് സത്യഭാമ ഫോൺ വാങ്ങുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ അന്തം വിട്ട് മൂന്നുപേരും കൂടെ പരസ്പരം നോക്കി നിൽക്കുന്നു. ആ ഒരു സീനാണ് കാണിക്കുന്നത്. അതേസമയം അവിടെ ശാലിനിയും അനുപല്ലവിയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വണ്ടിയിൽ പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ ഇങ്ങനെ സെല്ലിൽ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ മീശയൊക്കെ പിരിച്ചിങ്ങനെ നിൽക്കുന്നു. ആ ഒരു സീനും ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശാലിനിയാണെങ്കിൽ ഈ തെളിവുകളൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ ചെല്ലും. അപ്പോൾ അതവിടെ ശാലിനി ആളുകളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുമായിരിക്കും, ഇങ്ങനെ ഡെയ്സി മനഃപൂർവ്വം ശിവനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതോടുകൂടി ശിവൻ രക്ഷപ്പെടുമായിരിക്കും. അപ്പോൾ കേസും കോടതിയിൽ നിന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ലാന്ന് തോന്നുന്നു. അതോ ഇനി വേറെ ഏതെങ്കിലും വഴിക്കാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഒരു പ്രൊമോയിൽ ഒരു കോടതിയുടെ വിചാരണയൊക്കെ വന്നിട്ടുണ്ട്. അതിന് ഏത് കേസ് വഴിയാണ് എന്നുള്ളത് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.